ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, ഇപ്പോൾ നമ്മളതിനെ മാനസിക പീഡനം എന്നും അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവർ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ കുറച്ച് കാണുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് നിങ്ങൾക്ക് സ്നേഹം പോലെ ഫീൽ ചെയ്യുന്നുള്ള കുറേ സിറ്റുവേഷൻസ് വരാം. അതായത് സത്യത്തിൽ ഇവരൊരു മാനസിക പീഡനമാണ് അവർ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്കത് സ്നേഹം പോലെ ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ മനസ്സിലാക്കുക, ഒരു തരത്തിൽ ഇത് ഒരു മാനിപ്പുലേഷനാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു മാനസിക പീഡനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും അത് സ്നേഹമല്ല എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കാം. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇവര് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ. അതുപോലെ നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്, എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങളുടെ അടുത്ത് പറയും. ഇതൊരിക്കലും അവർ നിങ്ങളെ കെയർ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ളതൊക്കെ, പക്ഷെ അത് അങ്ങനെയല്ല. ഒരു തരത്തിലത് മാനിപ്പുലേഷനാണ്. അതായത് നീ പറയുന്നത് തെറ്റാണ്, നീ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല എന്നുള്ള ആ രീതിയിലേക്ക് അവർ ആ ഒരു കാര്യത്തെ മാറ്റിമറിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ചു എന്ന് വിചാരിക്കാം. മേ ബി അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇത് നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഇവര് നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് പറയുന്നതായിരിക്കാം. അപ്പം അതൊക്കെ പറയുമ്പോൾ അവർ പറയുന്നതായിരിക്കും, നീ എന്തിനാ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്, അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ നീ ഭയങ്കര സെൻസിറ്റീവ് ആണ് കേട്ടോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കരയും, ഇങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ ഇമോഷൻസ് അവരോട് പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മാനിപ്പുലേഷനാണ്. ഒരിക്കലും അവർ നമ്മളെ സ്നേഹിക്കുന്നതൊന്നും അല്ല, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നതൊന്നും അല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ഇത് ഒരു മാനിപ്പുലേഷൻ ആയിട്ട് കാണുക. അവർ തടുത്തപ്പാൻ നോക്കുകയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുക എന്താണെന്നറിയോ, ഭയങ്കര സ്ലോലി സെൽഫ് ഡൗട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കും, ശരിയാണോ, ഞാൻ ഇനി ഓവർ തിങ്ക് ചെയ്യുന്നതാണോ, ശരി ഞാൻ എന്തിനെങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നത്, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. നമ്മൾ തന്നെ ചിന്തിക്കും ഞാൻ ഭയങ്കര ഓവർ തിങ്കർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അവർ നമ്മളെ കൊണ്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിപ്പിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇവർ ചെയ്യണത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കെയറിങ് പോലെ നമ്മളെ കൺട്രോൾ ചെയ്യും ഇവര്. അതെങ്ങനെയാണെന്നറിയോ, ഇപ്പൊ ഇവര് പറയും, ലേറ്റ് ആയിട്ട് പോവല്ലേ കേട്ടോ, എനിക്ക് ടെൻഷൻ ആവും അങ്ങനെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിളിക്കണം കേട്ടോ, അവള് അല്ലെങ്കിൽ അവന് ശരിയല്ല കേട്ടോ, അവരോട് സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് സ്നേഹമുള്ള ചേട്ടൻ, അല്ലെങ്കിൽ ഇവൾക്ക് ഭയങ്കര സ്നേഹ, ഭയങ്കര കെയറിങ് ആന്നൊക്കെ. അതൊന്നും അല്ലടോ, ഇത് കൺട്രോളിങ് ആണ്. നമ്മളെ കൺട്രോൾ ചെയ്യാണ്. പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ട് നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നില്ല. സ്നേഹം എന്ന രീതിയിൽ, അതായത് നമ്മളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് സ്നേഹമാണ് എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് തോന്നും ഭയങ്കര സ്നേഹമാണെന്ന്. ആ രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതല്ലാതെ ഇത് സ്നേഹമൊന്നുമല്ല, കൺട്രോളിങ് ആണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാലോ, നോർമലി ഇപ്പോൾ ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സമയത്ത് എത്താൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പറയുമ്പോൾ കുഴപ്പം, പക്ഷെ എപ്പോഴും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പതിയെ പതിയെ കറക്റ്റ് കൺട്രോളിങ്ങിലേക്ക് പോകട്ടോ, അത് വേറൊരു കാര്യം. അപ്പൊ ഇത്തരത്തിൽ അവർ നമ്മളെ സ്നേഹം എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ അപ്പോളജൈസ് ചെയ്യും വിത്തൗട്ട് ചേഞ്ച്. അതായത് ഇവർ പറയും, സോറി ഞാൻ ഇനി ഇത് ചെയ്യില്ല കേട്ടോ, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല എന്ന് വാക്കുകൊണ്ട് പറയും, പ്രവൃത്തിയിൽ അത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, ഞാൻ ഇനി ചെയ്യില്ല കേട്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കും, നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആള് മാറും, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയാണ്, ഞാൻ വിളിക്കുമ്പോൾ എന്താ കോൾ എടുത്തില്ല, എനിക്കത് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് കോൾ എടുത്ത് സംസാരിച്ചുകൂടെ എന്ന് നമ്മൾ പറയുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവരും സോറി കേട്ടോ, ഞാൻ ഒരിക്കലും ചെയ്യില്ല, നീ എപ്പോൾ വിളിച്ചാലും ഞാൻ കോൾ എടുക്കും എന്നിവർ നമ്മുടെ അടുത്ത് പറയും. പിറ്റേ ദിവസം അവർ കോൾ എടുക്കില്ല. ഇങ്ങനെ അവർ വാക്ക് കൊണ്ട് ഞാൻ മാറും എന്നൊക്കെ വാക്ക് തരും, പക്ഷേ മാറ്റം നമുക്ക് അവരിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇത് അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇല്ല സ്നേഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല, പറ്റിക്കുകയാണ്. സത്യത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ അവർ വാക്ക്
പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണെന്ന് വിചാരിക്കരുത്. നാലാമത്തേന്ന് പറയുമ്പോൾ ഇവർ നമ്മളെ കുറ്റപ്പെടുത്താൻ നോക്കും. അതായത് അവരിലുള്ള തെറ്റ് പോലും നമ്മളിലേക്ക് കൊണ്ടുവന്നിടും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെന്താ പറയാന്നറിയോ, നീ ഇത് ചെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്ന് പറയും. അപ്പോൾ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് നമ്മൾ കാരണമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് തിരിച്ച് നമ്മുടെ തലയിൽ കൊണ്ടുവന്നിടും. ഇതായിരിക്കും അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവരുടെ തടി രക്ഷപ്പെട്ടു. അതായത് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാരണക്കാരായി ആരായി? നമ്മളായി. അപ്പം നമ്മളാവും അവിടെ കുറ്റക്കാരെന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ തന്നെ വിചാരിക്കട്ടോ, അയ്യോ ഞാൻ കാരണമാണ് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും, ഭയങ്കര സങ്കടം തോന്നും, വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പം ഇവിടെ നമ്മളെ കുറ്റക്കാരാക്കാണ് ചെയ്യുക. അതായത് അവർ ചെയ്ത തെറ്റുപോലും നമ്മളിലേക്ക് കൊണ്ടുവന്നിടും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർക്ക് നമ്മളോട് സ്നേഹമൊന്നും അല്ല ഉള്ളത് എന്നുള്ളത്. ഇത് ഒരു തരത്തിൽ മാനസിക പീഡനം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു മാനിപ്പുലേഷനാണ്. ഇങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ്, നമ്മളാണ് തെറ്റ് ചെയ്തത്, നമ്മൾ കാരണമാണ് അവർക്കത് ചെയ്യേണ്ടി വന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മളിലേക്ക് കുറ്റം കൊണ്ടുവന്നിടുകയാണ് ഇവർ ചെയ്യുന്നുണ്ടാവുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ അവർ അത് ചെയ്തിട്ടില്ല എന്ന് പറയും. അതായത് ഇപ്പം അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ അത് പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞൊരു വാക്ക് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു വിചാരിക്കുക, എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ടാവും, നീ കേട്ടതിൻ്റെ കുഴപ്പമാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് തോന്നിയതാണെന്ന് അവർ പറയും. അതായത് നിൽക്കുന്ന സെക്കൻഡിൽ മാറ്റി പറയുന്ന പറയില്ലേ, അങ്ങനെ എനിക്ക് അവർ ചെയ്യണ്ടാവുക. അവർ പറഞ്ഞ കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഭയങ്കര ആക്ട് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര കഴിവുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ പറഞ്ഞിട്ടില്ലേ, അപ്പം ഇപ്പം എൻ്റെ മിസ്റ്റേക്ക് ആണോ? അതായത് നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സിനൊക്കെ ശരിക്കും അവർ കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മളെ തിരിച്ചു വിടുകയാണ് അവർ ചെയ്യണത്. അതായത് നമ്മളാണ് കുറ്റക്കാർ, നമ്മളാണ് ഇങ്ങനെ ചെയ്തത്, ചെയ്യാൻ പാടില്ലായിരുന്നു, ഈ രീതിയിലേക്ക് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നായിരിക്കും ഇവർ പറയണ്ടായിരിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് കൂടുതൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഒരു പണിഷ്മെന്റ് പോലെ തരുന്ന ആളുകളൊക്കെയാണ്. അതായത് ഇപ്പോൾ കുറേ സമയം പെട്ടെന്ന് ഇങ്ങനെ മിണ്ടാതിരിക്കും, സൈലന്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചിരിക്കും, ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്കൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ മൂഡ് സ്വിങ്സിനെ മീൻസ് അതിനെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, ഞാൻ മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നത്, നിന്റെ ചുറ്റുമുള്ളവർ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ പറഞ്ഞിങ്ങനെ, അതായത് നമ്മളുടെ മൈൻഡിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇവർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ അകറ്റാൻ നോക്കും. എന്നിട്ട് ഇവർ നമ്മളെ സ്നേഹിക്കുന്നുമില്ല, പക്ഷെ ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ മാത്രം നിന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇവർ പറയുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു മാനസിക പീഡനം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ചെയ്യേണ്ടാവുക. മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുക എന്നുള്ളതല്ല, പോകെ ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും സ്നേഹമല്ല എന്നുള്ളതാണ്. സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാം. ആദ്യമേ തന്നെ തുടക്കത്തിൽ കാണുന്ന സൈനുകളാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ തുടക്കത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുഴപ്പമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ട്, അതിനുള്ള സൊല്യൂഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.